ഫ്രണ്ട്സ്, ഞാനെന്നുള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ ട്രിവാൻഡ്രമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് ദിവസം ഇവിടെ ഇല്ലായിരുന്നു, കോട്ടയത്തായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ കറക്റ്റായിട്ട് ഇടാൻ സാധിക്കാത്തത്. ഇത് നമ്മൾ തിരിച്ച് നമ്മുടെ പഴയ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നു. ആഴ്ചയിൽ നമുക്ക് 2 വീഡിയോ അപ്ഡേഷൻ എപ്പോഴും കാണുന്നുള്ളതാണ്. ഇതാ നമ്മുടെ എപ്പോഴും പറയാറുള്ളതുപോലെ 4 STS ക്രെയിൻ ഷിഫ്റ്റ് ഷോർട്ട് ക്രെയിൻ തലയോർത്ത് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമുക്ക് ഈ വശത്തേക്ക് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക് വാട്ടർ എക്സ്റ്റൻഷൻ അപ്ഡേഷൻ എടുക്കാൻ വേണ്ടിയാണ് ഈ വശത്ത് വന്നിട്ടുള്ളത്. അതിൻ്റെ മുന്നോടിയായി നമുക്ക് ഇവിടെ നല്ലൊരു പൊസിഷൻ പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഈ പൊസിഷൻ പറഞ്ഞിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ബ്രേക്ക് വാട്ടർ എക്സ്റ്റൻഷൻ നടക്കുന്നത്. പൊസിഷൻ നോക്കിയാണ് നടക്കുന്നത്. ഇനി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എഞ്ചിൻലെസ് ബാർജാണ്. നമുക്ക് എഞ്ചിൻലെസ് ബാർജ് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് പോകാം. ഇവിടെ എഞ്ചിൻലെസ് ബാർജിലെ ഹെവി സ്റ്റോണുകൾ വന്നിട്ടുണ്ട്. ആ ഹെവി സ്റ്റോണുകൾ എക്സ്കവേറ്റർ ഉപയോഗിച്ച്, അത് ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്. സ്റ്റെബിലിറ്റി കൂട്ടാനും ആ ഒരു സ്ട്രെങ്ത് നിലനിർത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അത് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു 2790 2800 മീറ്ററോളം ബ്രേക്ക് വാട്ടർ കംപ്ലീറ്റ് ആയിരിക്കുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അടുത്ത സെന്റിനൽ ഹബ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് വ്യൂയിലൂടെ അതിൻ്റെ മെഷർമെൻറ്റ് വ്യക്തമായിട്ട് നമുക്ക് എടുക്കാം. ഇനി തൊട്ടപ്പുറത്തിന് ഒരു പച്ച നിറത്തിലുള്ള ക്രെയിൻ കാണാൻ സാധിക്കും. ഇത് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്രെയിൻ ഉപയോഗിക്കുന്നത്. അതുമാത്രമല്ല, ആക്രോപോഡ് എത്രത്തോളം ഫില്ല് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ സൂം ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പോർഷൻ എല്ലായിടത്തും കുറച്ച് സൂം ചെയ്ത് നോക്കിയാലും ഈ പോർഷൻ എല്ലായിടത്തും ആക്രോപോഡ് ഫില്ല് ചെയ്തിരിക്കുന്നു. ആക്രോപോഡുമായിട്ട് ലോറികളും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ വശത്തെല്ലാം ആക്രോപോഡ് ഫില്ല് ചെയ്തിരിക്കുന്നു. അതായത് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് ഓൺ ഡംപിങ് നടക്കുന്നതോടനുബന്ധിച്ച് ഫൈനലൈസേഷൻ ഓഫ് ബ്രേക്ക് വാട്ടറിൻ്റെ പണികളോട് നടക്കുന്നു അതിൻ്റെ അർത്ഥം. കാരണം ഈ പറഞ്ഞ ആക്രോപോഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഹെവി തിരമാലകൾ വന്നാലും നമ്മുടെ ബ്രേക്ക് വാട്ടറിനൊന്നും പറ്റില്ല. അതായത് അവസാന പണിയാണ്, എൻഡ് പോർഷൻ പണിയാണ് ഈ ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ വർക്ക് കൂടി കംപ്ലീറ്റ് ചെയ്ത് പോകുന്നെങ്കിൽ വളരെ വേഗത്തിലാണ് ബ്രേക്ക് വാട്ടറിൻ്റെ പണികളെല്ലാം പുരോഗമിക്കുന്നത്. നമുക്ക് തോന്നുന്നു ഈ പോർട്ടിൽ ഏറ്റവും വലിയ വർക്കാണ് ബ്രേക്ക് വാട്ടറിൻ്റെ വർക്ക്. അത് വളരെ സ്പീഡിലാണ് പോകുന്നത്. ഒരിടത്തും ഒരു ലാഗും നമുക്ക് ഒരിടത്തും കാണാൻ സാധിക്കില്ല. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എത്രത്തോളമാണ് ഈ വർക്കിൻ്റെ പുരോഗമനം നടക്കുന്നത്. ഒരിടത്തും ഒരു ലാഗും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കില്ല. പിന്നെ നമുക്ക് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണെങ്കിൽ എല്ലായിടത്തും ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ചാണ് വർക്ക് എല്ലാം ചെയ്യുന്നത്. ഇവിടെ ഇതാ നാച്ചുറൽ സ്റ്റോൺ ഇറക്കിയതിന് ശേഷം ലോറികൾ വെയിറ്റ് ചെയ്യുകയാണ്. കണ്ടോ, ഇവിടെ എല്ലാം നമ്മൾ നേരത്തെ കണ്ടതല്ല, ഇവിടെ എല്ലാം എഞ്ചിൻലെസ് ബാർജും സ്പ്ലിറ്റ് ബാർജും വരുന്നതാണ്. സ്പ്ലിറ്റ് ബാർജ് ഈ എൻഡ് ഓൺ ഡംപിങ്ങിനും ഇവിടെ ബാക്കി എല്ലാ സ്ഥലത്തും എഞ്ചിൻലെസ് ബാർജ് ഉള്ളതാണ്. കാരണം ഇപ്പോൾ നിലവിലെല്ലാം സ്റ്റോൺ പിക്ക് ചെയ്യാൻ പോയിരിക്കുകയായിരിക്കും. അതായിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കാത്തത്. പിന്നെ നമ്മൾ ഇതാ ഇവിടെ കാണുന്ന പോലെ ആക്രോപോഡുമായിട്ട് ലോറിയും അതാ വരുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ, ആക്രോപോഡുമായിട്ട് ലോറി വരുന്നുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറയുന്ന ഡ്രഡ്ജറാണ്. ഇത് നേരത്തെ വിഴിഞ്ഞത്തുള്ള ഡ്രഡ്ജറാണ്. അതിൻ്റെ ഔട്ട്പുട്ട് ഹോസും നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു വ്യൂയിലേക്ക് പോകും. അത് മാത്രമല്ല, ഈ ഒരു ഡ്രഡ്ജർ അല്ലാണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കപ്പലിൻ്റെ അത്ര വലിപ്പമുള്ളൊരു ഹെവി ഡ്രഡ്ജർ ഇവിടെ ഉണ്ട്. അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. എന്നാണ് അതിൻ്റെ പേര്. ഏതാണ്ട് 133 മീറ്റർ നീളവും ഏതാണ്ട് 40 മീറ്റർ വീതിയുള്ള ഹെവി ഡ്രഡ്ജറാണ് ഇവിടെയുള്ളത്. ഇത് നമുക്ക് കപ്പൽ ചാലും, കാരണം ഈ കപ്പൽ വരുന്നതെല്ലാം ആ ഭാഗത്താണ് വരുന്നത്. ഈ കപ്പൽ ചാലിൻ്റെ ആഴം കൂട്ടാനും ബാക്കിയുള്ള മൊത്തത്തിലുള്ള ഡ്രഡ്ജിങ് സ്പീഡ് ചെയ്യാനുമാണ് ഈ ഹെവി ഡ്രഡ്ജർ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഈ ഇടയ്ക്ക് വന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ, അതായത് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ കടലിലേക്ക് ഈ വെള്ളവും മണലും ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ബ്രേക്ക് വാട്ടർ പോലെ തന്നെ ഒരു ബാരക്കേഡ് ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അതായത് നേരത്തെ ബെർത്തിനോട് ചേർന്നിട്ടാണ് നിർമ്മിച്ചത്. അതിന് ക്രോസ് ആയിട്ട് നേരെ ഈ യാർഡ് പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വീഡിയോയിലേക്ക് കുറച്ച് അടുത്ത ഷൂട്ടിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. നമുക്ക് കുറച്ച് അടുത്ത വ്യൂയിലേക്ക് പോകാം. ഈ വശത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ട്രഡ്ജറിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. കേട്ടോ, ട്രഡ്ജറിൻ്റെ ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. ഇനി വളരെ കുറച്ച് ഭാഗമാണ് നമുക്ക് യാർഡ് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഈ ഒരു ബാരക്കേഡ് പോലെയുള്ള ഈ കെട്ടത് ഇവിടെ വന്ന് കരിങ്കല്ലുകൊണ്ടുള്ള ഈ ഒരു ബ്രേക്ക് വാട്ടർ പോലെ തന്നെ ഈ ഒരു പോർഷൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ, അതായത് ഈ പറയുന്ന യാർഡിൻ്റെ എക്സ്റ്റൻഷൻ വളരെ വേഗം തന്നെ ഡ്രഡ്ജ് ചെയ്ത് മണൽ നിറച്ച്. കാരണം ഇവിടെ എല്ലാം ഡ്രഡ്ജ് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ വന്നതിനെക്കാട്ടി കൂടുതൽ ഡ്രഡ്ജ് നടത്തിയിരിക്കുന്നു, കൂടുതൽ മണൽ ഇവിടെ എല്ലാം ഫില്ല് ആയിരിക്കുന്നു. അപ്പോൾ വളരെ കുറച്ച് ആഴം മാത്രമാണ് ഇവിടെ ഉള്ളത്. ഈ പോർഷൻ, ഈ ബാക്കിയുള്ള പോർഷൻ ഇപ്പുറത്തോട്ട് വരുന്ന ഈ പോർഷൻസ് രണ്ടാമത്തെ ഘട്ടമാണ്. പക്ഷേ ഫസ്റ്റ് പോർഷൻ ഇത്ര മാത്രമാണുള്ളത്. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ഇത് ഫില്ല് ചെയ്ത് നമ്മളെ യാർഡിൻ്റെ എക്സ്റ്റൻഷൻ വളരെ സ്പീഡിൽ തന്നെ നടക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഉറപ്പായിട്ട് നടക്കും. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാവുന്നതാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് ഇവിടെ വന്നാൽ വ്യൂവിൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നുണ്ടോ, ഈ ഒരു പോർഷനിൽ ഈ ബെർത്തിലേക്ക് കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുകൾ ഉണ്ടോ. ഈ സ്റ്റോൺസ് എല്ലാം ഇവിടെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ഫില്ല് ചെയ്യണം. ഈ സൈഡിലെല്ലാം അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹെവി എക്യുപ്മെൻറ്റ്സ് മെഷീൻസാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് നമുക്കിവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണുന്ന വ്യൂവിലാണ് ഞാനുള്ളത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ STS ക്രെയിൻ നമുക്കിവിടെ കാണാൻ സാധിക്കുമെങ്കിലും യാർഡ് പോർഷൻ മൊത്തവും വർക്ക് കംപ്ലീറ്റേഷൻ ഓഫ് വർക്ക്, അതായത് ഫൈനൽ വർക്കിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേട്ടോ,
ഇവിടെ എല്ലാം മണലിട്ട് ബ്രേക്ക്, അത് നമ്മൾ ഈ പറഞ്ഞ ട്രെഡ്ജ് ചെയ്ത മണൽ നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രൗണ്ട് കണക്കായിരിക്കുന്നു. അതായത് പണ്ട് കണ്ടതുപോലെ മണ്ണ് ഒരിടത്തും കൂട്ടിയിട്ടിരിക്കുന്നില്ല, മൊത്തം ലെവൽ ചെയ്ത് വരുവാണ് കേട്ടോ. വളരെ ഫാസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ഒരു 4-5 ദിവസം വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. തിരിച്ചു വന്ന ഔട്ട്പുട്ട് അതിശയിപ്പിക്കുന്നതാണ് കേട്ടോ. സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം, ഇവിടെ മണൽ നേരത്തെ വളരെ കൂടിയിട്ടിരുന്നെങ്കിലും ഇവിടെ എല്ലാം അത് ഫില്ല് ചെയ്തിരിക്കുന്നു, ഒരു ലെവലിലേക്ക് വന്നിരിക്കുന്നുണ്ടോ. ഈ പോർഷൻസ് എല്ലാം ലെവലിലേക്ക് വന്നിരിക്കുന്നു. വളരെ വേഗത്തിലാണ് നമ്മൾ വിഴിഞ്ഞം ഇൻട്രാഷ് പോർട്ടിൻ്റെ വർക്കെല്ലാം നടക്കുന്നത്. പിന്നെ ഈ പറയുന്ന കാൻറ്റിലിവർ റെയിൻ മൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഹെവി ലോറികളും മെഷീൻസും ഇവിടെയുണ്ട്. അതും നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ക്രഷർ യൂണിറ്റ് പോലെ നമുക്കിവിടെ കാണാൻ മൊബൈൽ ക്രഷർ യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല നാച്ചുറൽ സ്റ്റോൺ ധാരാളമായി ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കാണാൻ സാധിക്കില്ല, തരം തിരിച്ചാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ആ പോർഷൻ നാച്ചുറൽ സ്റ്റോൺ അല്ല, ഒന്ന് എൻഡോൺ ഡംപിങ്, ബ്രേക്ക് വാട്ടർ എൻഡോൺ ഡംപിങ്ങിന് പോകുന്നുണ്ട്. അത് മാത്രമല്ല ഈ പറയുന്ന നമ്മളെ യാർഡ് പോർഷൻ എക്സ്റ്റൻഷന് വേണ്ടി നാച്ചുറൽ സ്റ്റോൺ പോകുന്നുണ്ട്. അങ്ങനെ 4-5 ഘട്ടങ്ങളിലായിട്ടാണ് ഈ നാച്ചുറൽ സ്റ്റോൺ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള കല്ലുകളെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത്. ഇഞ്ചിൻലെസ് ബാർജിലും സ്പ്ലിറ്റ് ബാർജിലുമായിട്ടാണ് ഈ സ്റ്റോണുകളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളെ ഇത് സെക്യൂരിറ്റി ഓഫീസിൻ്റെ ഫ്രണ്ടാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ വന്നാൽ നമുക്ക് പോർട്ടിൻ്റെ ഏതാണ്ട് വ്യക്തമായിട്ട് നമുക്ക് എല്ലാ വ്യൂവും കാണാൻ പറ്റും. PO ബിൽഡിംഗ് നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ വ്യൂവും വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ വർക്ക് അപ്ഡേഷൻ കണ്ടോ. വ്യക്തമായിട്ട് കാണുന്ന പൊസിഷനിലാണ് ഞാനുള്ളത്. ഇനി നമുക്ക് അടുത്ത 2-3 പൊസിഷനിലേക്ക് പോയാലേ വ്യക്തമായിട്ട് ബാക്കിയുള്ള വർക്ക് നമുക്ക് കാണാൻ പറ്റൂ. വളരെ ഫാസ്റ്റായിട്ടാണ് എല്ലാ വർക്കുകളും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരിടത്തും ഒരു ലാഗും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവിടെ നിന്നുള്ള ഈ പറയുന്ന നാച്ചുറൽ സ്റ്റോണുള്ള ബാരക്കേഡ് പോലുള്ള ആ ഒരു സ്ട്രക്ചറെല്ലാം വളരെ വേഗത്തിലാണ് വർക്ക് നടക്കുന്നത്. ഇതാണ് ഈ വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ കാണുന്ന വ്യൂ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് സുപരിചിതമാണ്. അതായത് നമ്മളിപ്പോൾ ഡ്രഡ്ജ് ചെയ്ത ഭാഗം നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ധാരാളം മണൽ ലെവൽ ചെയ്യുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് പോർട്ടിനകത്തൂടെ നിന്ന് യാർഡിൻ്റെ വശമാണ് നമ്മളീ കാണുന്നുണ്ടോ. നമ്മൾ നേരത്തെ കണ്ട വലിയ ട്രെഡ്ജർ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ കുന്നുകൂടി മണലൊന്നുമില്ല, നമ്മൾ നാച്ചുറൽ സ്റ്റാൻഡൊന്നുമില്ല, അതെല്ലാം ലെവൽ ചെയ്ത് ക്ലിയർ ആക്കിയിരിക്കുന്നു. ഈ പോർട്ടിനകത്തൂടി നോക്കുമ്പോൾ കിട്ടുന്ന വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. അതുമാത്രമല്ല നമുക്ക് ബാക്കിലായിട്ട് കാൻറ്റിലിവർ റെയിൻ മൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ E05 നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അധികം മാറ്റങ്ങൾ തന്നെയുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. കാരണം നിലവിൽ നമ്മൾ ഈ നേരത്തെ കണ്ടതുപോലെ ഈ പോർഷനൊക്കെ ക്ലിയർ ആക്കിയിരിക്കുന്നു. അതുമാത്രമല്ല നമുക്ക് തൊട്ട് താഴെ നമുക്ക് സൂം ഔട്ട് ചെയ്താൽ കാണാൻ സാധിക്കുന്നുണ്ടോ. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഈ പറയുന്ന സ്ലാബുകളെല്ലാം നമ്മുടെ ബെർത്തിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകളെല്ലാം ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇവിടെ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പണികളാണ് ഇവിടെ നടക്കുന്നത്. മാത്രമല്ല തരംതിരിച്ചുള്ള നാച്ചുറൽ സ്റ്റോൺ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല നമുക്ക് തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. നമുക്കിവിടെ തൊട്ട് താഴെയായിട്ട് ബൗണ്ടറി വേലികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. പോർട്ടിൻ്റെ ബൗണ്ടറി വേലികളും റോഡുമായിട്ട് തരംതിരിച്ച വേലികൾ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ. പലരും ചോദിച്ചതാണ് ബൗണ്ടറിയുടെ പണികളെല്ലാം നടക്കുന്നുണ്ടോ. വളരെ വേഗത്തിലാണ് ആ പണികളെല്ലാം നടക്കുന്നുണ്ടോ. നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഇവിടെ വളരെ വലിയ വ്യത്യാസമാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. നേരത്തെ ഉള്ള റോഡ് സൈഡിലുള്ള റോഡ് വൃത്തിയാക്കിയിരിക്കുന്നു. അത് പോർട്ടിൻ്റെ ബൗണ്ടറി ലൈനുകളെല്ലാം ഇവിടെ നിന്നും വ്യക്തമായിട്ട് കണ്ടോ മുള്ളുവേലി പോലെ അടിച്ച് തിരിച്ചിട്ടുണ്ട്, അത് കാണാൻ സാധിക്കും. പിന്നെ ധാരാളം ലോറികളാണ് സ്റ്റോണുമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്, അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. തരം തിരിച്ച് ലോറികളുമുണ്ട്. അതുമാത്രമല്ല നമ്മുടെ കാൻറ്റിലിവർ റെയിൻ മൗണ്ട് ഗ്രാൻഡ് ക്രെയിൻ E03 നമ്മുടെ ക്രെയിനുമായിട്ട് കണ്ടോ വളരെ ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ക്രെയിനുമായിട്ടല്ല, നമ്മുടെ കണ്ടെയ്നറുമായിട്ട് ക്രെയിൻ വളരെ ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അത് നമുക്കിവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ലോട്ടസിൻ്റെ ഭാഗമായിട്ട് E03 ആണ് വളരെ ഫാസ്റ്റായിട്ട് മുന്നേറുന്നത്. പിന്നെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുന്ന ബാക്കി എല്ലാ വർക്കും ഫൈനൽ വർക്കിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഈ നാച്ചുറൽ സ്റ്റോണിൽ മാത്രം മാറ്റിയാൽ മതി. പക്ഷേ നമുക്ക് എടുത്തു പറയേണ്ട അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ കണ്ട അതിര് തിരിച്ചുള്ള കണ്ടോ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അതിര് തിരിച്ചിട്ടുണ്ട്. അതിര് മീൻസ് സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് കോമ്പൗണ്ട് വാൾ പോലെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ പോർട്ടിന്. ആ പണികളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല നേരത്തെ നമ്മൾ ഈ കാണുന്ന നമ്മൾ പോർട്ടിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പോർട്ടിനകത്ത് ഒരു പ്രൈം മൂവർ മൂവ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടെയ്നർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് മാറ്റി വയ്ക്കുന്ന ഈ പ്രൈം മൂവറാണെന്ന് തോന്നുന്നു. അതിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ബാക്കി നമുക്ക് യാർഡിൻ്റെ വശത്ത് നിന്ന് എല്ലാ വർക്കും കംപ്ലീറ്റിലാണുള്ളത് കണ്ടോ. എല്ലാ വർക്കും കംപ്ലീറ്റ് ആണ്. ഈ വശത്തു നിന്നും ഒരു വർക്ക് പോലും കംപ്ലീറ്റ് ചെയ്യാനില്ല. അതാണ് നമുക്ക് ഈ വശത്ത് നിന്നിട്ടുള്ള വ്യൂ. പിന്നെ നമ്മൾ തൊട്ട് താഴെ നാച്ചുറൽ സ്റ്റോണുമായിട്ട് സ്ഥിരം പറയുന്ന വലിയ സ്റ്റോണുമായിട്ട് ലോറികളെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കണ്ടോ. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
നമുക്ക് ഈ വ്യൂവിൽ നിന്ന് കാണാൻ സാധിക്കുന്നു ധാരാളം നാച്ചുറൽ സ്റ്റോണുമായിട്ട് ലോറികൾ. ഇതിവിടെ ഒരു വെയിറ്റ് ബ്രിഡ്ജ് ഉണ്ട്. വെയിറ്റ് ബ്രിഡ്ജിൽ വെയിറ്റ് ചെയ്യുകയാണ്. കാരണം ഇവിടെ നിന്നുള്ള ഇൻപുട്ട് വാല്യൂ എടുത്തിട്ടായിരിക്കും നിലവിൽ എത്രത്തോളം സ്റ്റോണ് നമ്മളെ യാർഡിനകത്തോട്ട് പോകുന്നുവെന്ന് അല്ലെങ്കിൽ പോർട്ടിനകത്തോട്ട് പോകുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ E03 വളരെ ഫാസ്റ്റായിട്ടാണ് കണ്ടെയ്നർ പിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ലോഡ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് പോകുന്നത്. അത് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ വന്നപ്പോൾ മുതലേ ഈ ഒരു പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടി ആ യാർഡിൻ്റെ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും ബാക്കിൽ E04 നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ വശത്തു നിന്നുള്ള വിഷ്വൽ. അത് മാത്രമല്ല തൊട്ട് താഴെ ധാരാളം സ്ലാബുകളുണ്ടായിരുന്നു. ഈ കാണുന്ന സ്ഥലത്തെല്ലാം ധാരാളം സ്ലാബുകളുണ്ടായിരുന്നു. ഈ സ്ലാബെല്ലാം ക്ലിയർ ചെയ്ത് ഈ പറയുന്നത് പോലെ നമ്മളീ കാണുന്നത് PO ബിൽഡിങ്ങിന് മുൻവശമാണ് നമ്മളീ കാണുന്നത്. അതുമാത്രമല്ല E01 യാർഡ് ക്രേ നമുക്കിവിടെ കാണാൻ സാധിക്കും. ZRM G02 നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. പിന്നെ ഏത് വശത്ത് നോക്കിയാലും വളരെ തല ഉയർത്തി നിൽക്കുന്നതാണ് നമ്മുടെ 4 STS ക്രെയിൻ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് മാത്രമല്ല നമ്മൾ തൊട്ട് താഴെ നോക്കിക്കഴിഞ്ഞാലുണ്ടോ ഇവിടെ എല്ലാം ബൗണ്ടറി വാൾ കെട്ടുവാണുണ്ടോ. പോർട്ടിൻ്റെ ബൗണ്ടറി വാളിൻ്റെ പണികളെല്ലാം വളരെ സ്പീഡിലാണ് നടക്കുന്നുണ്ടോ. ഈ എല്ലാ പോർഷനിലും ബൗണ്ടറി വാളിൻ്റെ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ. നേരത്തെ നമ്മൾ കണ്ടതുമല്ല, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതുമല്ല, അതിനെക്കാട്ടി വളരെ ഫാസ്റ്റാണ്. അതായത് 3-4 ദിവസം കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് വന്നിട്ടുള്ളത്. സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടുള്ള വാൾസിൻ്റെ പണികളെല്ലാം നടക്കുവാണ്. ഞാൻ നേരത്തെ പറയുണ്ടായ വാൾസിൻ്റെ പണികളെല്ലാം വളരെ വേഗത്തിൽ തുടങ്ങി എന്നുള്ളത് അത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാണ്. ബൗണ്ടറി വാൾസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ടിരുന്ന് നേരത്തെ കണ്ടിരുന്ന നമ്മുടെ സ്ലാബുകളെല്ലാം ബെർത്തിലേക്ക് പോയിട്ടുണ്ട്. ബാക്കി ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ബെർത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ് നമ്മൾ ഈ കാണുന്നത്. ആ വശത്തുള്ള എല്ലാം ക്ലീനിങ് നടക്കുകയാണ്. അതായത് ഈ വശം തൊട്ടാണ് ഇവിടം തൊട്ടാണ് ബെർത്തിൻ്റെ കോൺക്രീറ്റ് പണികളെല്ലാം അങ്ങോട്ടൊക്കെ നടത്തുന്നുണ്ട്. ഇതിൻ്റെ മുന്നേ ഉള്ള വശങ്ങളെല്ലാം ലെവൽ ചെയ്യുന്നത് കാണാൻ സാധിക്കും. കോൺക്രീറ്റ് മിക്സ് മെഷീൻസും അവിടെയുണ്ട്. അത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും ഉണ്ടോ. കുറച്ചൊരു വ്യക്തമായിട്ട് കാണുന്ന വ്യൂവിലാണ് ഞാനുള്ളത്. PO ബിൽഡിങ്ങിൻ്റെ മുൻവശമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ. ഇനി ഇവിടെ വർക്ക്സ് ഒന്നുമില്ല. കാരണം ഇവിടെ എഫിഷ്യൻസി ടെസ്റ്റും ലോഡ് ടെസ്റ്റ് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ബാക്കി ഇവിടുത്തെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ആണ്. ഇവിടെ വേറെ ഒന്നും നിലവിൽ ചെയ്യാനില്ല. പിന്നെ നമ്മുടെ E01 എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെറിയ അസംബ്ലി വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു. എടുത്തു പറയേണ്ട വർക്ക് നമ്മളെ ഈ പറയുന്ന മതിൽ പോലെ കെട്ടുന്നതാണ്. ഇവിടെ നടക്കുന്നത് വോള് കെട്ടുന്നതാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കുറേ ധാരാളം സ്ലാബുകളുണ്ട്. ആ സ്ലാബുകളെല്ലാം പോർട്ടിൻ്റെ വശത്ത്, അതായത് ബെർത്തിൻ്റെ വശത്തേക്ക് പോവുകയാണ്. ഇനി വളരെ കുറച്ച് സ്ലാബ് മാത്രമേ ഉള്ളൂ. കാരണം ബെർത്തിൻ്റെ പണികളെല്ലാം വളരെ വേഗമാണ് നടക്കുന്നത്. ഏതാണ്ട് 600 മീറ്ററോളം ബെർത്ത് കംപ്ലീറ്റ് ആയിരിക്കുന്നു. നമുക്ക് നാളത്തെ ഒരു സെൻട്രൽ ഹബിൻ്റെ ഒരു അപ്ഡേഷൻ ഉണ്ട്. ആ അപ്ഡേഷൻ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള മനസ്സിലാക്കി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പിന്നെയും നമ്മുടെ E03 വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ്മെൻ്റ് ഒക്കെ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ കണ്ടെയ്നറുമായിട്ട് യാർഡ് ക്രെയിനുകൾ യാർഡിലൂടെ ഓടുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത്ര ഫാസ്റ്റായിട്ടാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം. ഇതാണ് ഈ വശത്ത് നിന്നുള്ള വിഷ്വൽ. ഇനി നമുക്ക് അടുത്തറിയേണ്ടത് നമുക്ക് എൻഡ് ഓൺ ഡംപിങ്ങിന് എത്രത്തോളം സ്റ്റോണുകൾ അവൈലബിൾ ആണെന്നും എൻഡ് ഓൺ ഡംപിങ്ങിന് പോകുന്ന സ്റ്റോണുകളുടെ സ്റ്റാർട്ടിംഗ് പൊസിഷനാണ് നമുക്ക് കാണേണ്ടത്. നമുക്കിനി ആ ഒരു വിഷ്വലിലേക്ക് പോകാം. ഇതാണ് എൻഡ് ഓൺ ഡംപിങ്ങിനായിട്ട് സ്റ്റോണും കൊണ്ടുപോകുന്ന സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇതാണ്. ഇവിടെ നമുക്ക് തരംതിരിച്ചുള്ള സ്റ്റോണുകൾ ധാരാളമായിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ടുള്ള അറ്റ സ്റ്റോണുണ്ട്. പിന്നെ എക്സ്കവേറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് മാത്രമല്ല ഒരു വലിയ 2 ഈ പറയുന്ന എഞ്ചിൻലെസ് ബാർജ് കാണാൻ സാധിക്കുന്നുണ്ടോ. അതിലെല്ലാം സ്റ്റോണുകൾ ഫില്ല് ചെയ്തിരിക്കുന്നു, നിറച്ചിരിക്കുന്നു. വലിയ സ്റ്റോണുകൾ മാത്രം ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ച് തിരിക്കുന്നതും കാണാൻ സാധിക്കും. 2 രീതിയിലാണ് സ്റ്റോണുകൾ നിറയ്ക്കുന്നത്. ഒന്ന് ഇവിടെ കൊണ്ട് ഡംപ് ചെയ്തിട്ട് അവിടെ നിന്നും ഈ പറയുന്ന എഞ്ചിൻലെസ് ബാർജിലേക്ക് സ്റ്റോൺ നിറയ്ക്കുന്നുണ്ട്. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ലോറികളിലെ വലിയ സ്റ്റോണുകൾ തരംതിരിച്ച് കൊണ്ടുവന്നിട്ട് ലോറിയിൽ നേരെ എടുത്ത് ഈ പറയുന്ന എഞ്ചിൻലെസ് ബാർജിൽ വയ്ക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ ലോറിയിൽ നിന്നാണ് നേരിട്ട് ഇത് എക്സ്കവേറ്റർ ഉപയോഗിച്ച് പിക്ക് ചെയ്ത് കാണാൻ സാധിക്കും. വലിയ സ്റ്റോണുകളെടുത്ത് നേരെ ഈ പറയുന്ന എഞ്ചിൻലെസ് ബാർജിലേക്ക് നേരെ നിറയ്ക്കുന്നു. തൊട്ടപ്പുറത്തെ പോർഷൻ സ്പ്ലിറ്റ് ബാർജിൻ്റെയാണ്. സ്പ്ലിറ്റ് ബാർജ് ഇവിടെ ഇല്ല. സ്പ്ലിറ്റ് ബാർജ് നിലവിൽ എനിക്ക് തോന്നുന്നു എൻഡ് ഓൺ ഡംപിങ്ങിന് പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഉടനെ തന്നെ സ്പ്ലിറ്റ് ബാർജ് വരുമെന്ന് പ്രതീക്ഷയുള്ള നിലവിൽ. അത് മാത്രമല്ല നമുക്ക് തൊട്ട് താഴെ നമുക്ക് ഇതുവരെ കാണാത്ത കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നുണ്ടോ. ഇത് ബൗണ്ടറി വാളിൻ്റെ ഭാഗമായിട്ടുള്ള വോളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ വിശ്വാസം നിലവിൽ. കാരണം അല്ലാതെ വേറെ ഇതുവരെ ഈ വർക്കൊന്നും ഇവിടെ നടന്നിട്ടില്ല. നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. പക്ഷേ ബൗണ്ടറി വാൾ സ്റ്റാർട്ടായെന്നറിയാം. പക്ഷേ ഇവിടെ എല്ലാം പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. വളരെ ഫാസ്റ്റായിട്ടാണ് ഈ വർക്കെല്ലാം നടക്കുന്നുണ്ടോ. ഉറപ്പായിട്ട് ബൗണ്ടറി വാളിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കും ഈ വർക്കെല്ലാം നടക്കുന്നത് ഉണ്ടോ.
ഇതാണ് ഞാൻ ഈ തെങ്ങിൻ്റെ ഇടയിൽ കൂടെ കാണാൻ സാധിക്കുള്ളൂ. ഉണ്ടോ, ഇതിൽ നെറ്റും അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ നമുക്കവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇതങ്ങനെ പോകുന്നുണ്ട്, എല്ലായിടത്തും എല്ലാ വശത്തും വന്നിട്ടുണ്ട്. അതുമാത്രമല്ല നമുക്ക് ഇവിടെ നിന്ന് യാർഡിൻ്റെ വശം നമുക്ക് എത്രത്തോളം കാണാൻ പറ്റും ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ E03 ആണെങ്കിൽ അത് ആ കണ്ടെയ്നറുമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് യാർഡിലൂടെ നീങ്ങും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. വളരെ എഫിഷ്യൻ്റായിട്ട് വളരെ സ്പീഡായിട്ട് നീങ്ങുന്നുണ്ട്. ഇവിടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ പറയുന്ന പോലെ STS ക്രെയിനും ആഡ് കെയിനും നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം പോർഷനെല്ലാം ക്ലീനാക്കി വന്നിരിക്കുന്നു. അതുമാത്രമല്ല പ്രൈം മൂവറും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. ആണ് ഈ പോർഷനിലെ വർക്കുകൾ. എടുത്തു പറയേണ്ട വർക്കുകൾ ഇത് തന്നെയാണ്. തൊട്ട് താഴെ റോഡ് പോലെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇവിടെ. കൊണ്ടോ, ഇവിടെ എല്ലാം വളരെ വളരെ വ്യക്തമായിട്ട്. ഇവിടെ നേരത്തെ ഇങ്ങനൊരു വർക്ക് ഇവിടെ ഞാൻ കണ്ടില്ല, നമ്മളെ വീഡിയോയിലൊന്നും കാണിച്ചിരുന്നില്ല. കാരണം നിലവിൽ ആ വർക്കൊന്നും ഇല്ലായിരുന്നു. കുറച്ച് ദിവസം കൊണ്ടാണ് വളരെ ഫാസ്റ്റായിട്ടാണ് ഈ വർക്കെല്ലാം നടക്കുന്നത്. ഉണ്ടോ, ഈ പോർഷൻ, അതാണ് ആ പോർഷൻ പിന്നെ റിപ്പീറ്റ് കാണിക്കുന്നത്. അതുകൊണ്ടാണ്. ഉണ്ടോ, ഇത് PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ് നമ്മൾ കണ്ടത്. തൊട്ട് മുന്നേ നമ്മൾ വീഡിയോ എടുത്ത് PO ബിൽഡിങ്ങിൻ്റെ മുൻവശമാണ്. ഈ വ്യൂ ഒക്കെ നമ്മൾ എപ്പോഴും വീഡിയോ എടുക്കുന്നതാണ്, എല്ലാവർക്കും അറിയാമെന്നുള്ള വ്യൂ ആണ്. ഇതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കോൺക്രീറ്റിന് ആവശ്യമായിട്ടുള്ള ഉണ്ടോ ഭാഗങ്ങളെല്ലാം ഇവിടെ അത് ഇറക്കുവാണ്. ഉണ്ടോ, ഞാനിപ്പോൾ ഈ കണ്ട ബൈക്ക് നിൽക്കുന്ന ഈ പോർഷൻസ് എല്ലാം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഡ്രഡ്ജിങ് മണൽ ഉപയോഗിച്ച് നികത്തിയെടുത്താണ് ഈ പോർഷൻസ് എല്ലാം. ഇത്രയും പോർഷൻസ് എല്ലാം നികത്തിയെടുത്ത്, നേരത്തെ കടലായിരുന്ന പ്ലേസാണ് ഇതെല്ലാം ഫസ്റ്റ് ഡ്രഡ്ജിങ്ങിലൂടെ ഇത് മൊത്തം നികത്തിയെടുത്ത് ഇപ്പം ഈ പറയുന്ന മത്സ്യബന്ധനത്തിന് പോകുന്നവരെ ബോട്ടുകളെല്ലാം ഇവിടെ നിരത്തിയിട്ടിരിക്കാൻ കാരണം നേരത്തെ തന്നെ ഫസ്റ്റ് ഡ്രഡ്ജ് ചെയ്ത മണലോട് നിരത്തിയിട്ട് ഒരു ഗ്രൗണ്ട് പോർഷൻ ആക്കിയതാണ്. അവിടെയാണ് ഈ മത്സ്യബന്ധനത്തിൻ്റെ ബോട്ടുകളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന എക്സ്കവേറ്റർ നിൽക്കുന്നതും അവിടെയാണ്. ഉണ്ടോ, ഇതാണ് ഈ ഭാഗത്തെ വർക്കുകൾ. ഇനി നമുക്ക് അടുത്ത വിഷ്വലിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ വശത്ത് നമ്മൾ നേരത്തെ കണ്ട വ്യൂ തന്നെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ് നമ്മൾ ഈ കാണുന്നത്. അത് മാത്രമല്ല ക്രെയിൻസ് എല്ലാം, ആഡ് ക്രെയിൻ എല്ലാം നിരനിരയെ നിർത്തിയിട്ടേക്ക് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. പിന്നെ അത് മാത്രമല്ല കാണാൻ സാധിക്കുന്നത് ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരു സ്പ്ലിറ്റ് ബാർജ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നേരത്തെ നമ്മളെ വീഡിയോയിൽ സ്പ്ലിറ്റ് ബാർജ് ഇല്ല, ഇപ്പോൾ സ്പ്ലിറ്റ് ബാർജ് വന്നിട്ടുണ്ട്. ഉണ്ടോ, വളരെ വേഗം തന്നെ സ്പ്ലിറ്റ് ബാർജ് വന്ന് സ്റ്റോൺ എടുത്തിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ വശത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ധാരാളമായിട്ടുള്ള നാച്ചുറൽ സ്റ്റോണുകൾ തരം തിരിച്ച് ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ലോറികളിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് 100 കണക്കിന് ലോറികളിലാണ് സ്റ്റോണുകൾ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഈ പറഞ്ഞ എഞ്ചിൻലെസ് ബാർജിലേക്ക് സ്റ്റോണുകൾ നിറച്ചിരിക്കുന്നുണ്ടോ. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ധാരാളം 3-4 ഇത് കാണാൻ സാധിക്കും, നമ്മുടെ ബോട്ടുകൾ കാണാൻ സാധിക്കും. കേട്ടോ, പിന്നെ നമ്മൾ പണ്ട് മുതലേ പറയാറുള്ള പോർട്ടിന് എന്തെങ്കിലും ഒരു സൗണ്ടായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതാ ഈ പറയുന്ന സ്പ്ലിറ്റ് ബാർജിലേക്ക് സ്റ്റോണുകൾ ഡംപ് ചെയ്യുന്ന സൗണ്ടാണ് ഇവിടെ കേൾക്കുന്നുണ്ടോ. ഒരേ പ്രാവശ്യം തന്നെ 3-4 ലോറികൾക്ക് ഒരേ ടൈമിൽ ഇങ്ങനെ ഈ പറഞ്ഞ സ്റ്റോണുകൾ സ്പ്ലിറ്റ് ബാർജിലേക്ക് ഡംപ് ചെയ്യാൻ സാധിക്കുന്നു. കണ്ടോ, ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ബാർജിലേക്ക് ഡംപ് ചെയ്യുന്നത്. ഒരു വശത്ത് സ്റ്റോൺ നിറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ബാർജ് ഈ 2 സൈഡിലായിട്ടാണ് സ്റ്റോണുകൾ നിറയ്ക്കുന്നത്. ഒരു വശം നിറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്ത് തിരിച്ച് മറുവശത്തേക്ക് നിർത്തി കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ബാർജിലേക്ക് എൻഡ് ഓൺ ഡംപിങ്ങിന് സ്റ്റാർട്ടിങ്ങിന് സ്റ്റോൺ നിറയ്ക്കുന്നുണ്ടോ. ഇതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. കുറേ ലോറികളുണ്ട് ഇവിടെ സ്റ്റോണുമായിട്ട് വരുന്നത്. ഉണ്ടോ, അത് മാത്രമല്ല നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിലെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് പോർഷൻ വരെ ഇവിടെ എല്ലാം ആക്രിപ്പോഡ് കണ്ടത്. ഈ വശത്തെല്ലാം ആക്രിപ്പോഡ് ഫില്ല് ചെയ്തിരിക്കുന്നുണ്ടോ. ഇവിടെ എല്ലാം ആക്രിപ്പോഡ് നേരത്തെ തന്നെ ഫില്ല് ചെയ്തതാണ്. ഇത് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ. നേരത്തെ തന്നെ ആക്രിപ്പോഡ് ഫില്ല് ചെയ്തതാണ്. ഈ ഭാഗത്ത് നോക്കിയാൽ 2 വശത്തും ആക്രിപ്പോഡ് ഫില്ല് ചെയ്തായിട്ടാണ് കാണാൻ സാധിക്കുന്നുണ്ടോ. പക്ഷേ എൻ്റെ പോർഷനിൽ ഒരു വശം മാത്രമാണ് ആക്രിപ്പോഡ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അത് മറുവശം തന്നെ വളരെ വേഗം തന്നെ ഫില്ല് ചെയ്തുകൊണ്ട് തന്നെ വരും. 1-2 സ്പ്ലിറ്റ് ബാർജാണ് നമുക്ക് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലേക്കുള്ളത്. പക്ഷേ എഞ്ചിൻലെസ് ബാർജ് 4-5 എഞ്ചിൻലെസ് ബാർജുമാണ്. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നടക്കുന്ന വർക്കുകൾ. പിന്നെ പറഞ്ഞതുപോലെ എവിടെ നോക്കിയാലും തലയുയർത്തി നിൽക്കുന്ന 4 STS ക്രെയിൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഒരു STS ക്രെയിനാവട്ടെ ഒരു കണ്ടെയ്നർ പിക്ക് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ടോ. അതായത് STS 1 ആണ്, 1 അല്ല 1 2 3 ആണെന്ന് തോന്നുന്നു കേട്ടോ. 3ൽ വളരെ ദൂരെയായിട്ട് തന്നെ ഒരു 40 ഫീറ്റാണ് തോന്നുന്നു കണ്ടെയ്നർ പിക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ലോട്ടസിൻ്റെ ഭാഗമായിട്ട് പുരോഗമിക്കുകയാണ്. ഇതാണ് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്.
പിന്നെ വളരെ മനോഹരമായ രീതിയിൽ E0യും C0യും D0യും 3 സീരീസിലുള്ള ക്രെയിനുകളുടെ നിരയാണ് നമുക്ക് PO ബിൽഡിങ്ങിൻ്റെ മുന്നിലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഇവിടെ നിന്നാണ് വിഷ്വൽസ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പർ ആയി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യമായി നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.